ഞാൻ ഇത്രേ രാജ്യങ്ങളിൽ പോയിട്ട് എങ്ങനെ സ്റ്റണ്ടായിട്ട് കണ്ണിങ്ങനെ മിഴിച്ച് നടന്ന ഒരു രാജ്യമില്ല. നേച്ചർ വൈസ്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, പർച്ചേസിങ് വൈസ്, ഇലക്ട്രോണിക്സ്, ഡ്രസ്, എന്താണെങ്കിലും ഇങ്ങനെ അത്ഭുതത്തിലാണ് എല്ലാ കാര്യവും നോക്കുന്നത്. കണ്ടോ വയർലെസ് ട്രാൻസ്ലേറ്റർ? അതല്ല സംഭവം. ഇതില് ഏതോ മലയാളി ഇന്ന് മുമ്പ് വന്നിട്ടുണ്ട്. കയ്യിൽ വേറെ സാധനം ഉണ്ടോ? ഇതെന്താ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്താ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാവോന്ന്? കുറെ കാലം പ്രിയ വേണമെന്ന് പറയുന്നതാണ് LED മാസ്ക്. ബീഫും പൊറോട്ടയും വേണ്ടവർ ഇങ്ങോട്ട് വരിക. Hi guys, good morning. Welcome to our new vlog. ഇന്ന് എല്ലാം കുളമായി. ഞങ്ങൾ ഈ നല്ല കിടല ഹോട്ടലൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് എടുത്ത ഹോട്ടലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. എല്ലാം ആര് അന്ന് മാത്രം കഴിച്ചു. ഞാനും ജെറിനും നല്ല ഉറക്കം. ഒരു കാര്യമില്ലായിരുന്നു. കാരണം ഇന്നലെ മസാജ് കഴിഞ്ഞപ്പോ 4 മണിക്കെങ്ങാണ്ടാ വന്നത്. അത് കഴിഞ്ഞിട്ട് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ പ്രിയനെ വിട്ടിട്ട് കറങ്ങാൻ പോവാണ്. പ്രിയ ഇപ്പോഴും നല്ല ഉറക്കമാണ്. സമയം ഒരു അതെങ്ങനെയാ നിങ്ങള് ശരിക്കും ബ്രദേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് വേൾഡിലെ ലാർജസ്റ്റ് ഇലക്ട്രോണിക് മാർക്കറ്റ് ആണ്. നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയിട്ട് സ്കിപ്പ് ചെയ്യരുത്, ബോർ അടിക്കുന്നു വിചാരിക്കരുത്. കാരണം നമ്മൾ വളരെ വെറൈറ്റി സാധനമായിരിക്കും. മേ ബി ഇലക്ട്രോണിക് എന്താ പറയുന്നത്, ടേപ്പ്, മറ്റേ ഹാങ്ങേഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് റോബോട്ട്. ജെറിന് ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി കുറച്ച് റോബോട്ട്സിനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നേപ്പിയറിലേക്ക്. അപ്പോൾ ആ റോബോട്ട്സിനെ കിട്ടുവാണെങ്കിൽ കുറച്ച് റോബോട്ടിനൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അല്ലാതെ നമ്മൾ ടിപ്പിക്കൽ ഇലക്ട്രോണിക്സ് ഒന്നും ആയിരിക്കും. പക്ഷെ വേൾഡിലെ ലാർജസ്റ്റ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഉള്ളത് ഷെൻസനിലാണ്. ഷെൻസൻ എന്ന് പറയുന്നത് 40 വർഷം മുമ്പ് വെറും ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. നിങ്ങൾ ഈ ഞങ്ങളുടെ ഈ ഷെൻസൻ ബ്ലോഗിൽ മൊത്തം ഇത് കേൾക്കും. അതെ. അപ്പൊ ഇപ്പൊ അത് ഒരു ഇലക്ട്രോണിക് ഹബ്ബായി മാറിയ കാഴ്ചകൾ നമുക്ക് പോയി കാണാം. ഇവിടുന്ന് മെട്രോയിൽ കയറി നേരെ നമ്മൾ ഈ താമസിക്കുന്ന മെയിൻ ഏരിയയിലാണ്. സോ എല്ലായിടത്തും ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉള്ള ദൂരം. വേറൊരു ചൈനയുടെ ഷോക്കിംഗ് ആയിട്ടുള്ള എനിക്കൊരു പേഴ്സണൽ കാര്യം തോന്നി എന്താ പറയുക, നമ്മൾ ഇത്ര ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റിയും ആയതുകൊണ്ട് ഗ്രീനറി കുറവാന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര ചെടികളും ഗ്രീനറിയാണ്. വെരി വെൽ മാനിക്യൂർഡ് ഏരിയാസ് ആണ്. ഇതൊക്കെ നോക്ക്, ഗാർഡൻ അല്ല, ഈ ഫുട്പാത്തിലൊക്കെ ഉള്ള ലോൺസും അതൊക്കെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതല്ലാതെ ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങൾ. നമ്മൾ റോഡിൽ കൂടെ നടക്കാൻ നമുക്ക് ഫീൽ ചെയ്യാം ഷെയ്ഡും അതിൻ്റെ ഒരു ഭംഗിയും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. അതൊരു ഭയങ്കര സംഭവം അല്ലേ. ഇത്രയും പ്ലാൻ ഡെവലപ്മെന്റ് ആണെങ്കിലും ഗ്രീനറി അവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒത്തിരി ഇൻഡസ്ട്രീസും ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ ഒന്നും ഭയങ്കര പൊല്യൂഷൻസ് കുറവാണ്. നമ്മളെ ഈ സിറ്റിയിലെല്ലാം ഒരു പുകയോ ഒന്നുമില്ല. അത് പൊല്യൂഷൻ കുറവാണോന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് മെയിൻ ആയിട്ട് ഈ വണ്ടിയുടെ സൗണ്ടും ഇല്ല, പുകയോ ഇല്ല. അതാ ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. അതാണ് അത്. ജെറിനാണ് നമ്മുടെ എന്താ സെൻസർ. ആ ഫുൾ ടൈം വെളിയിലല്ലേ, ചുമക്കാനൊന്നും സമയമില്ല. സ്റ്റെപ്സ് ആണ്. ഇന്നലെ ഞാൻ ഇല്ലാതെ ഇവര് മസാജ് കഴിഞ്ഞ് വന്നിട്ട് ജെറി വഴി എത്തിച്ചിട്ട് 4 കിലോമീറ്റർ അവർ എക്സ്ട്രാ നടന്നു. അതാ നമ്മളെ ഹോട്ടലിന്റെ ഇപ്പുറത്ത് എത്തി. അവിടെ ഒരു മറ്റേ അണ്ടർപാസ് ഉണ്ട്, അതിൽ കൂടെ ഇറങ്ങും, മറ്റേ നടക്കും. ഒരു പോലീസുകാരൻ, അയാളാണെങ്കിൽ ബോധടല്ലേ, രാത്രി 3 മണിക്കാണ് ഞങ്ങൾ നടന്നു വരുന്നത്. അയാളിങ്ങനെ നമ്മളെ നോക്കണ പോലും ഇല്ല. ഇവിടെ രാത്രി അണ്ടർപാസിലെ പോലീസുകാരുണ്ട്. അതൊക്കെ ഓക്കെ. എന്നിട്ട് ആ വഴി എത്തിയിട്ട് അണ്ടർപാസിൽ കൂടെ അവരൊരു 7 തവണ 8 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വന്നു. അങ്ങനെയാണ് ഒരു 2-3 കിലോമീറ്റർ ആയത്. 16,000 ആയിരുന്നു, അവസാനം റൂമിലെത്തിയപ്പോ 20,000. അണ്ടർപാസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാ വഴി എത്തിയിട്ട്. നമ്മളെ ഇവിടെ കൊണ്ടൊന്ന് വിട്ടപ്പോ ഒന്നും തോന്നുന്നില്ല കേട്ടാ, മാർക്കറ്റ് ഒക്കെ എവിടെയെന്ന്. പക്ഷെ ദേ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഒരു മോൾ, ഇങ്ങനത്തെ കുറെ മോൾസ് ഇവിടെ കാണാനാണ് സാധ്യത. ഇതൊക്കെ ഇലക്ട്രോണിക് മാർക്കറ്റ് ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ. അതെ, ഇതിന്റെ ബാക്കിലേക്കൊക്കെ പോവാ. 15 വർഷമായിട്ട് മൗസ് മാനുഫാക്ചർ ചെയ്യുന്ന 10,000 സ്ക്വയർ മീറ്റേഴ്സ് ഉള്ള ഫാക്ടറി ഏരിയ ഒക്കെ ബാക്കിലുണ്ട്. അതാണ് മെയിൻ തിങ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും ചെറുതും കഴിച്ചിട്ടില്ല. അവിടെ പോയി എന്തെങ്കിലും കഴിക്കണം. ഈ ഇവിടുത്തെ 7-Eleven ഉണ്ടല്ലോ, ഗങ്ജോയിൽ അത്രയും പോരായിരുന്നു. ഇവിടെയൊക്കെ ഇഷ്ടം മാതിരി ഓപ്ഷൻസ് ഉണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എനിക്ക് ഇത് കഴിക്കണം എന്നുണ്ട്, ബേക്കൺ ആൻഡ് എഗ് ഫ്രഞ്ച് പഫ് പേസ്ട്രി. ചൈനീസ് ഫുഡിനും കാട്ടി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബേക്ക്ഡ് ഫുഡാണ്. ഇങ്ങനെയാണെങ്കിൽ 7-Eleven ഒക്കെ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾ കഴിച്ചല്ല, ഇവർ ഭയങ്കര വൃത്തികേടാക്കി ഇട്ടിട്ട് പോയതാണ്. ഇവിടെ കുറേ സോസസ് ഒക്കെ 7-Eleven തന്നെ വെച്ചിരിക്കുവാണ്. സോ ഒരു പ്രോപ്പർ ഡൈനിങ് ഏരിയ ആണ് ഇത്. നല്ല രസമുണ്ട്. എന്ത് കിട്ടിലും പഫ്സ് നോക്ക്, പഫ്സ് വിത്ത് ബേക്കൺ ആൻഡ് എഗ് ആണ്. മുട്ട ബുൾസൈ അതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഒരു ആ ഫസൈഡ് തന്നെ നോക്കിക്ക്, ഫുൾ നെറ്റാണ്, ബ്ലാക്ക് നെറ്റ് പോലത്തെ ഒരു മെറ്റൽ ഗ്രില്ലിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഞാൻ ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കേറിയാൽ ഫേക്ക് ഐഫോൺ വരെ കിട്ടും ഇടയ്ക്ക്. പവർ ബാങ്കിന്റെ മാത്രം കടയത്. എനിക്കൊന്ന് കേറണം ബാ, ഞാൻ കണ്ടു അത്. ഇത് പക്ഷെ ഇത് ചെറുതാട്ടെ. ഞാൻ ഇതിന്റെ തന്നെ ഒരു വലിയ ഷോപ്പ് ഓൺലി പവർ ബാങ്ക്, പല ടൈപ്പ് പവർ ബാങ്ക്സിന്റെ കട കണ്ടു. എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, റേറ്റ് ഒക്കെ ഒന്ന് അറിയാലോ. ഈ സംഭവം ഞാൻ അന്വേഷിച്ച് വരുവാണ്. ഇത് 10,000 mAh വയർലെസ് ആണ്. അറിയാം, ആപ്പിളിന്റെ ഒക്കെ ഏകദേശം 5,000 രൂപ 6,000 രൂപ വരും. എൻ്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആപ്പിളിന്റെ ഇത് കണ്ട, ഇതിന് 5,000 6,000 ആണ്. എത്ര mAh ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. 5,000 ബിലോ 5,000 ആയിരിക്കും. പക്ഷേ ഇത് നമുക്ക് ഇൻബിൽഡ് വയർ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സ്ട്രാ വയർ കൊണ്ടുപോകണ്ട. അതും എല്ലാ ടൈപ്പ് ഐഫോണിനും സാധാരണ ആൻഡ്രോയിഡിനൊക്കെ. അതിൻ്റെ കൂടെ വയർലെസ് ചാർജിങ്ങും LED ഡിസ്പ്ലേ എല്ലാം ഉണ്ട്. 10,000 mAh, 1,00,000 mAh, 1,00,000 mAh ആണ്. 10,000 ആണ് സാധാരണ നമ്മൾ വാങ്ങുന്നത്. അങ്ങനത്തെ 10 എണ്ണത്തിന്റെ ഒരു പവർ ബാങ്ക് കാറി ചാർജ് ചെയ്യാം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സോൾഡ് ഔട്ടാ. ഇതും കൊള്ളാം കേട്ടോ, ഈ വയർലെസ് ചാർജിങ്. ഇത് നമുക്ക് അകം കാണാം, അടിപൊളിയായിട്ടുണ്ടത്. റേബാൻ മെറ്റയുടെ വേറെ സംഭവം, പക്ഷെ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൂളിംഗ് ഗ്ലാസ്സിൽ കൂടെ ഫോൺ വിളിക്കാം, ഫോട്ടോ എടുക്കാം, നമ്മുടെ ഫോണിലുള്ള മറ്റേ സിറിയൊക്കെ ആക്സസും ചെയ്യാം. ക്യാമറ ഇല്ല, ബ്ലൂടൂത്ത് സ്പീക്കർ മാത്രമേ ഉള്ളൂ. 1,200 രൂപ ഒരെണ്ണം എടുത്തു കേട്ടോ. ബൾക്കൊക്കെ ആയിട്ട് എടുത്ത് ബിസിനസ് ചെയ്യേണ്ടവർക്ക് ഇത് നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടും. എല്ലാ പാറ്റേണും ഉണ്ട്. പോളറൈസ്ഡ്, വെറും ബ്ലാക്ക്, ഏവിയേറ്റർ, വേഫെയർ, എല്ലാ ടൈപ്പ് ഓഫ് സൺഗ്ലാസസിന്റെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഗൈസ്, ഞാൻ ഇതിനകത്ത് ഒന്നിന്റെയും പ്രൈസ് പറയുന്നില്ല, കാരണം ഇതിന്റെ കച്ചവടം ചെയ്യുന്നവരോട് കാണിക്കുന്ന ഒരു നെറുകേടായിരിക്കും ആ ഒരു സംഭവം. അവരിവിടെ വന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്ന് GST ഡ്യൂട്ടിയും അടച്ച് അതിൻ്റെ ചെക്ക് ചെയ്ത് ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ അടച്ചിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കുമല്ലോ. സോ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത് എന്തൊരു ചീപ്പാണ്, നാട്ടിൽ അവരെന്താ ചെയ്യുന്നത്. പക്ഷേ അവരെടുക്കുന്ന റിസ്കിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഇഫേർട്ടാണല്ലോ അവരവിടെ പ്രോഫിറ്റിൽ വിൽക്കുന്നത്. സോ ഞാൻ പ്രൈസ് പറയുന്നില്ല, പ്രൊഡക്ട്സ് കാണിക്കുകയാണ്. പിന്നെ അങ്ങനെ പ്രൈസ് അറിയണം എന്നുള്ളവർ എന്നെ ഒന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു പ്രൈസ് പറഞ്ഞുതരാം. പവർ ബാങ്ക്സിൻ്റെ ആണെങ്കിൽ, ഗ്ലാസസിൻ്റെ ആണെങ്കിൽ, എന്താണെങ്കിലും. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ലുക്ക്, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ട്. അതെ, വേറെ വീഡിയോ ഇട്ടെ, നല്ല ക്ലാരിറ്റി ആയിട്ട് വീഡിയോയും കേൾക്കാം. ഫുൾ സ്ക്രീനുള്ള ഹെഡ്ഫോൺസ് ഒക്കെ. ഓ, സംഭവം തന്നെ കേട്ടാ. എത്രയാണെന്ന് അറിയില്ല, ഇതൊക്കെ നോക്ക്. സംഭവം DK ഒരു ഹെഡ്ഫോൺസ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചായി തപ്പുന്നത് കേട്ടാ. ഇതിന്റെ നമുക്ക് മുകളിലൊക്കെ ലൈറ്റിംഗ് കത്തും, ഈ സൈഡിലും ലൈറ്റ് കത്തും. ഇതൊരു ഫാഷൻ ആക്സസറിയാണ് ഹെഡ്ഫോണിനും കാട്ടി ഉപരി. ഭയങ്കര നോയ്സ് ക്യാൻസലേഷൻ, എനിക്കൊന്നും കേട്ടില്ല. ഭയങ്കര ഇതാ. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ അധികം. നിങ്ങളെ സൗണ്ട് കൊള്ളാട്ടോ, ഉള്ളിലിട്ടിട്ടും ഭയങ്കര ഇതല്ല. അതാ ഡിസിബിൾ കൺട്രോൾ, അത് നല്ല ക്ലാരിറ്റിയാണ്, നല്ല സംഭവം കേട്ടോ. ഈ സാധനത്തിനെ അന്തുനെ വിളിക്കാം, അന്തുവിന് കറക്റ്റ് കാര്യങ്ങൾ പറയും. അന്തു ഡീൽ ചെയ്യുന്നുണ്ടല്ലോ ലോക്കിന്. എനിക്ക് വീട്ടിലേക്ക് ഒരെണ്ണം വേണമെന്ന് ആഗ്രഹമായിരുന്നു. എന്തൊക്കെ വെറൈറ്റി സാധനമാണെന്ന് അറിയോ. ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ മറ്റേ സിനിമ ലെവൽ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, മൗസ്, ചാർജേഴ്സ് ഒക്കെ. വെറുതെ കവറോ, കേസോ? എനിക്ക് പുതിയ എയർപോഡ് പോലെ തന്നെ ഇരിക്കുന്ന എയർപോഡ്. അതെ, കണ്ടോ വയർലെസ് ട്രാൻസ്ലേറ്റർ. അതല്ല സംഭവം, ഇതില് ഏതോ മലയാളി ഇന്ന് മുമ്പ് വന്നിട്ടുണ്ട്. കയ്യിൽ വേറെ സാധനം ഉണ്ടോ? ഇതെന്താ, നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്താ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാവോന്ന്. അന്തു ഇത് നോക്ക്, അവര് ചൈനീസ് നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഏതോ നാടൻ പെൺകുട്ടി. ഹിന്ദിക്കാരോ? നമുക്ക് രാത്രിയാകുമ്പോ എന്ത് ഉപയോഗം ഇത്? നമുക്ക് നെറ്റ് ഒന്നും വേണ്ടല്ലോ ഇതില്. നെറ്റ് ഇല്ലാതെ 18 ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ആവും. ഇത് സംഭവം അല്ലേ? ഇതില് ബാറ്ററി ചാർജ് എത്ര നേരം നിൽക്കും? അത് കറക്റ്റ് ആയിട്ട് മലയാളം വരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒരു അക്ഷരം വേണ്ടി മാറിയിട്ടില്ല. ഗൂഗിളും മറ്റേ ആപ്പിൾ ട്രാൻസ്ലേറ്റ് മാറി നിൽക്കും. പറയാണ് നേരിട്ട് ചാർജ് 4 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കാം. 4 മണിക്കൂർ ചാർജ് വെക്കും. ഇനി പൈസയുടെ മാത്രം ചോദിച്ചാൽ മതി. അത് പറയുമ്പോ അവര് വേറെ ഭാഷയിൽ നമ്മളെ തെറി വിളിക്കും. ജെറിനെ ഹോട്ടലിലേക്ക് എടുക്കുവാണ്, എനിക്ക് വരണം. ഇനി ഞാൻ ധൈര്യത്തോടെ ഞാൻ ചൈനീസിലെ സംസാരിക്കുള്ളൂ കേട്ടല്ലോ. ഞങ്ങള് തിരിച്ച്
നമ്മൾ നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഇതിലേ സംസാരിക്കുള്ളൂ, ഞങ്ങളുടെ സൗണ്ടുകൾ കേൾക്കുന്നതായിരിക്കില്ല, ട്രാൻസ്ലേറ്റർ വഴി മാത്രമേ സംസാരിക്കുള്ളൂ. എന്തുവാണ് നമ്മുടെ ബാർഗൈനിങ് കിങ്. ഈ സംഭവം മോഡേൺ തിങ് ആണ്. ഇതിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ട്, വിത്ത് കേസ് ആണ് വരുന്നത്. ഈ സംഭവം ഏത് കൺട്രിയിലും പോവാം. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും 18 ഭാഷയുണ്ട്. ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ജെറിൻ, ഇനി നമുക്ക് ലോകം മൊത്തം ചുറ്റി എല്ലാവരും ചുമ്മാ സംസാരിക്കാം. അപ്പൊ ഇവരോട് താങ്ക്സും കൂടെ ഒന്ന് പറയട്ടെ. നോക്കട്ടെ, ഇത് ഓൺ ചെയ്യുന്നത് ഇവിടെ പ്രസ് ചെയ്യാ, ഫിംഗർ പ്രിന്റ് ഇത്. ഓക്കെ, ഇനി പറയാം. താങ്ക് യു, ഇറ്റ് വാസ് നൈസ് ഡൂയിങ് ബിസിനസ് വിത്ത് യു. ഓക്കെ, ബൈ. പവർ ബാങ്ക് 66 വാട്ട്സ് 10,000 mAh, 4 ടൈപ്പ് വയർ ബിൽഡിൻ ആണ്. ഇത് ഐഫോണിൽ മാഗ്സേഫ് വഴി കണക്റ്റും ചെയ്യാം. ഇതും എടുക്കുവാണ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തെടുക്കാൻ പറ്റാത്തല്ല, ഡ്രസ്സ്, ഷൂസ്, ഇത് ഇലക്ട്രോണിക്സ് സംഭവം തന്നെ. ഞാൻ ഇത്രേ രാജ്യങ്ങളിൽ പോയിട്ട് എങ്ങനെ സ്റ്റണ്ടായിട്ട് കണ്ണിങ്ങനെ മിഴിച്ച് നടന്ന ഒരു രാജ്യമില്ല. നേച്ചർ വൈസ്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, പർച്ചേസിങ് വൈസ്, ഇലക്ട്രോണിക്സ്, ഡ്രസ്, എന്താണെങ്കിലും ഇങ്ങനെ അത്ഭുതത്തിലാണ് എല്ലാ കാര്യവും നോക്കുന്നത്. എല്ലാ സ്മാർട്ട് കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ സ്മാർട്ട് ക്യാപ്പ് ആദ്യമായിട്ടാണ്. പാട്ടും കോൾ ആൻസർ ചെയ്യാനും തൊപ്പി വെച്ചാൽ മതി. എന്താണിത്? സാധാരണ തൊപ്പി, പക്ഷെ തൊപ്പി കൂടെ കോളും ആൻസർ ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. സ്മാർട്ട് ഗ്ലാസ് പോലെ സ്മാർട്ട് തൊപ്പി. ജെറിന് എല്ലാം വാങ്ങി കൊടുത്തോട്ടെ. തുണി വാങ്ങാത്തത് എല്ലാം വാങ്ങുന്നുണ്ട്, വാങ്ങി കൂട്ടുവാണ്. ഇതാണ് ജെറിന്റെ മാർക്കറ്റ്. ഇവിടെയാണ് അത് ഓണും അല്ല ഇത് ഓൺ ഓഫ് ഒക്കെ ചെയ്യേണ്ട എവിടെയാന്ന് തോന്നുന്നു. എവിടെ ഇതിന്റെ സ്പീക്കേഴ്സ് ഒക്കെ എനിക്കൊന്നും എല്ലാം ഈ ഫ്രണ്ടിലാട്ടാ വെച്ചിരിക്കുന്നത്, ഇതിന്റെ ഉള്ളില്. ഓ അതറിയില്ല. ഇത് നോക്ക്, ചെറിയ ലോക്ക് തന്നെ ഫിംഗർ പ്രിന്റ് വെച്ച് വരുന്നു. എന്ത് കൺവീനിയന്റ്. കീ കളഞ്ഞു പോകുന്ന പ്രശ്നമില്ലല്ലോ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചൈനയില്? അന്ന് എന്നോട് 2-3 ദിവസമായി പറയുന്നു ജെറിന്റെ മെഷീൻ ഉണ്ട്, നല്ല കൺവീനിയന്റ് ആണ്. ഇപ്പൊ ചൈന വന്നപ്പോ അപ്പൊ അന്തു അത് ചെയ്യും, ജെറിൻ അടുത്ത് വാ കഴുകും. അല്ല, അന്തു എന്നോട് നേരത്തെ പറഞ്ഞു ഗൈസ്, ഇതേ ഈ ഒരു ഫ്ലോസിംഗ് മെഷീൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് എൽത്തോസ് ഇല്ലാത്തോണ്ട് മറ്റേ ബമ്മൊക്കെ കഴുകുന്നത് അത് വെച്ചായിരുന്നു. അത് ഫ്ലോസിംഗ് മെഷീനാന്ന് അറിയില്ലായിരുന്നു. ജെറിൻ അത് ഫ്ലോസിംഗ് ഉപയോഗിക്കും, അന്തു അതും ബം കഴുകാൻ ഉപയോഗിക്കും. ചുമ്മാ പറയുന്നല്ല, സത്യമായിട്ട് പറഞ്ഞ. പെൻറ്റാമേരിക്കയാണ് എനിക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കൊച്ചിയിലെ മാർക്കറ്റ്. ഒരു 50 പെൻറ്റാമേരിക്ക, എക്സാജറേഷൻ 50 പെൻറ്റാമേരിക്കയുടെ കവർ ചെയ്യാനുള്ള ഏരിയ ഇതിൻ്റെ അകത്ത് ഒരു മോളിലുണ്ട്. ഫോൺ കവേഴ്സ് മാത്രം. പിന്നെ കുറേ കാലം പ്രിയ വേണമെന്ന് പറയുന്നതാണ് LED മാസ്ക്. ഇതാകുമ്പോൾ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലല്ലോ. വെളിയിൽ നമ്മുടെ ഫേസിൽ ലൈറ്റ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഓരോ കളർ ലൈറ്റിന് ഓരോ ട്രീറ്റ്മെൻ്റ് ആണ്. ബ്ലൂ, റെഡ്, വയലറ്റ്, ഗ്രീൻ, ഓരോന്നിനും ഓരോ യൂസ് ആണ്. ഇത് ബ്ലിങ്കിങ് ഇല്ല, ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ എടുക്കുന്നുണ്ടാണ് ബ്ലിങ്കിങ്. സോ ഇത് നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതെന്ന് കേട്ടു. LED ലൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചൈനയിൽ വാങ്ങാമല്ലോ. ഓക്കെ, പിന്നെ LED ആകുമ്പോൾ വലിയ തട്ടിപ്പും സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. LED എന്ന് പറഞ്ഞാൽ വെറും LED ലൈറ്റ്സ് തന്നെയാണ്. ഞാൻ വിചാരിക്കാൻ ഡ്രസ്സിനും ഫുഡിനൊക്കെ ആയിരിക്കും പൈസ പോകുന്നത്. ഇലക്ട്രിക്കൽ മാർക്കറ്റിൽ വന്നിട്ട് പൈസ പോകുന്ന വഴി അറിയുന്നില്ല. സംഭവം കണ്ട നമ്മളെ ട്രാക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇതിപ്പോ ഞാൻ എന്റെ ഉപയോഗം പറയാം. ഇത് ഞാൻ വീട്ടിൽ വാങ്ങി വെക്കുവാണ്. സോ ഈ സംഭവം ഞാൻ മഞ്ഞ വാങ്ങുന്നത്. സോ വേദുവിനും പാർവതിക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഫോൺ വിളിക്കാനൊക്കെ പാടായിരിക്കും. പാർവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹെൽപ്പാണ്, മെയ്ഡാണ്. അപ്പൊ ഇതിന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ഫോണിലേക്ക് ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും കണക്ഷൻ വരും. സോ ഫോൺ ഉള്ളവർക്ക് വേണ്ട, പക്ഷെ വയസ്സായവർ, ഫോൺ ഇല്ലാത്തവർ, ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവർ, വീഡിയോ കോൾ ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ വരും. പക്ഷെ അവരിങ്ങോട്ടൊക്കെ അനങ്ങിയാൽ പോലും നമ്മൾ പറയണ്ട, ക്യാമറ വരയ്ക്ക് പിടിക്കുന്നു പറയണ്ട, ഇത് ട്രാക്കും ചെയ്യും. അടിപൊളിയല്ല. അപ്പോൾ വേദുവിന് ഇപ്പം ഞങ്ങൾ എവിടെയാണെങ്കിലും അവന് വേഗം നമ്മളെ വീട്ടിൽ നിന്ന് വിളിക്കണമെങ്കിൽ പച്ച പ്രസ് ചെയ്താൽ എൻ്റെ ഫോണിൽ റിംഗ് ആവും. അവന് ഫോൺ വേണ്ട, ഫോൺ അവൻ്റെ കൊടുക്കും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ മെയ്ഡിനാണെങ്കിലും എല്ലാവർക്കും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയാം. പ്ലസ് ട്രാക്കിങ്ങും ഉണ്ട്. അപ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് അവരുടെ ഫേസും കാണാം. ഇതെല്ലാം പ്രൊജക്ടേഴ്സാണ്. 4K തൊട്ട് 8K വരെ പല രീതിയിലുള്ള വളരെ പോർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി പ്രൊജക്ടേഴ്സ്. പക്ഷേ ഇത് എത്ര രൂപയ്ക്ക് തുടങ്ങുന്നു വരെ ചെക്കണം. ഏറ്റവും ചെറുതോട്ട് ഏറ്റവും വലുത് വരെ ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിക്കേ, ഒരു പവർ ബാങ്കിന് അത്രേ ഉള്ളൂ.
നോക്ക്. അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ നാട്ടിലും കിട്ടുന്നു, പക്ഷെ നാട്ടിൽ കിട്ടുന്ന വെറൈറ്റിയും റേറ്റും അല്ലല്ലോ ഇവിടെ കിട്ടുന്നത്. പ്രൊജക്ടറാണ്. പ്രൊജക്ടർ പവർ ബാങ്കിന്റെ അത്രേ ഉള്ളൂ. അത് DLP എന്ന് പറയുന്ന പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ഇത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ക്ലാരിറ്റി. നമ്മൾ ഇരുട്ടത്തൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഒരു തിയേറ്ററിന്റെ ക്വാളിറ്റി ആയിരിക്കും. ഇത് ഓരോ സബ് സെഗ്മെന്റ് ഉണ്ടല്ലോ. നമ്മൾ മറ്റേ മോളിൽ പോകുമ്പോൾ ക്ലോതിങ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഒരു സെക്ഷൻ കാണുന്നത്. ഇവിടെ ഇയർഫോണിന്റെ കവർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെക്ഷൻ. നോട്ട് ഈവൻ മൊബൈൽ കവർ, ഒരു ഫുൾ ഫ്ലോർ ജസ്റ്റ് ഫോർ ഇയർഫോൺ കവർ. സോ ആ ഒരു സ്കെയിൽ ആലോചിച്ച് നോക്ക്. ഇങ്ങനത്തെ ഒരു 4 ഫ്ലോർ 3 ഫ്ലോർ മൊബൈലിന്റെ കവേഴ്സ് മാത്രമാണ്. ഇതേ പോകുന്നത് തിരിച്ച്. ഇപ്പൊ വന്ന് കയറിയല്ലേ ഉള്ളൂ. ജെറിന് മറ്റേ ജനൽ ക്ലീൻ ചെയ്യുന്ന ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനർ എവിടെന്നെങ്കിലും കിട്ടണം. അത് എവിടെയും കിട്ടില്ല, കാൻഡം ഫെയറിൽ മാത്രമേ കണ്ടുള്ളൂ. കൊറിയയിൽ പോകുന്നതൊക്കെ ഇവിടെ നിന്നാണ് തോന്നുന്നത്. ഈ ക്യൂട്ട് സംഭവങ്ങളുണ്ടല്ലോ, മറ്റേ BTSും അല്ലെങ്കിൽ അങ്ങനത്തെ ക്യൂട്ട് സംഭവങ്ങൾ കൊറിയനും ജാപ്പാനൊക്കെ, ആ കവേഴ്സ് ഒക്കെ ഇവിടെ നിന്നായിരിക്കും പോകുന്നത്. ഡിസൈനർ കവേഴ്സിന് മാത്രം ഒരു ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ലെവലാണ്. ഞങ്ങളെ 1 മണിക്ക് കയറിയതാണ്. ഇപ്പൊ സമയം 5:45. ഇപ്പോഴാണ് ആ ഫസ്റ്റ് മോളിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇത് നമുക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഗേൾസ് അങ്ങനെ ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഇല്ല, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര യൂണീക്ക് സാധനങ്ങൾ അത് എന്തെങ്കിലും വാങ്ങിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ, ടെക്നോളജി ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്കിൻ കെയർ ഇൻട്രസ്റ്റ് ആയിരിക്കും, അപ്പോൾ മാസ്ക് വാങ്ങാം, തൊപ്പി, മറ്റേ സ്മാർട്ട് ഫോൺ, എന്തൊക്കെ സ്മാർട്ട് സ്പീക്കർ, സ്മാർട്ട് ക്യാപ്പ്, എല്ലാം സ്മാർട്ട്. ചൈനക്കാരെ സ്മാർട്ടാണ്. അല്ലേ, ഫുഡ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇലക്ട്രോണിക്സിന്റെ മോള് മാത്രമാണ് കേട്ടോ മൊത്തം ഏരിയ. പക്ഷെ അവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഔട്ട്ഡോർ ഏരിയ, ഡൈനിങ്ങും വാക്ക് വേയും മെട്രോ കണക്ടിവിറ്റിയും എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓ, എല്ലാവരും ഓരോ വഴി പോയി. ജെറിൻ ഒരു വഴി പോയി, ഞാൻ വേറെ വഴി പോയി, അന്തു വേറെ വഴി പോയി. ഇപ്പോഴത്തെ അന്തുവിനെ തപ്പി നടക്കും നമ്മള്. സംഭവം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഫസ്റ്റ് ഡേ വ്ളോഗിൽ പറഞ്ഞു ഡക്ക് ഷിറ്റ് ഫ്രേഗ്രൻസ് എന്ന്. ഈ ഡക്ക് ഷിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആയിരിക്കും ഇത്. ഓബിയസ്ലി ഇറ്റ് വോണ്ട് ബി മെയ്ഡ് വിത്ത് ഡക്ക് ഷിറ്റ് ഐ തിങ്ക് സോ. അറിയാവുന്ന ചൈനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക എന്താണ് ഡക്ക് ഷിറ്റ് എന്ന് പറയുന്ന ഡ്രിങ്ക്. ഈ ഷെൻസനിലും ഇതൊക്കെ കംപ്ലീറ്റ് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഉള്ള മാർക്കറ്റാണ്. പക്ഷേ കമ്പയർഡ് ടു ഗോങ്ജാവ് ഇങ്ങനത്തെ ഹോൾസെയിൽ മാർക്കറ്റ്സ് ഒക്കെ എക്സ്ട്രീംലി ക്ലീൻ ആണ്. ബാത്റൂം സെയിം തിങ്, നോട്ട് ദാറ്റ് ക്ലീൻ. ആൻഡ് പബ്ലിക് ബാത്റൂംസ് ഒക്കെ മോൾസിലെ ബാത്റൂം ഒക്കെ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ്സ് ആണ്. പക്ഷേ ക്ലീനിനെസ്സിൽ വേറെ ലെവലായി. ബാത്റൂം മാത്രം എന്താ ഇവർക്ക് ക്ലീൻ ആക്കി വെക്കാൻ അറിയാത്ത, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നമുക്ക് എവിടുന്ന കയറി എവിടുന്ന ഇറങ്ങുന്നതെന്ന് ഒന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. ഇത് എനിക്ക് തോന്നുന്നു ലൈറ്റ്സിൻ്റെ ആണ്. മൊത്തം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LED ലൈറ്റ്. ഓ വാവ്, സ്ട്രീറ്റ് ലാമ്പ് പോലത്തെയൊക്കെ സൈഡ് ലാമ്പ്, ടോർച്ച്, റോബോട്ടിൻ്റെ തല ലൈറ്റ്. പറ്റുമെങ്കിൽ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഷോപ്പിലേക്കുള്ള ലൈറ്റൊക്കെ ഇവിടുന്ന് കൊണ്ടുവരുന്നു. കംപ്ലീറ്റ് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് അടിയിൽ ഓൺ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തട്ടുമ്പോൾ കളേഴ്സും ഇൻറ്റൻസിറ്റി ഒക്കെ മാറും. ഈ ടോയ്സ് ജെറിൻ പാട്ട് ഒരു ഒളിഞ്ഞിരിക്കുന്ന പാട്ടുകാരനും കൂടെയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ മലയാളികളെയും വിളിക്കാം. ബീഫും പൊറോട്ടയും വേണ്ടവർ ഇങ്ങോട്ട് വരിക. എല്ലാവരും വരും. എന്താ ഓ, ഈ ജെറിന് ബൈക്ക് കിട്ടിയ പിന്നെ താഴെ വെക്കില്ല കേട്ടോ. മലയാളികളെല്ലാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. മെട്രോ ഇത് ഇതാ. ഓ, ഇവിടുത്തെ മെയിൻ സാധനം ഹുവായിയുടെ ഷോറൂമില് ആപ്പിൾ സ്റ്റോറിനെ കാട്ടി 10 ഇരട്ടി തിരക്കാ അല്ലേ. എല്ലാരും ഇവിടെ നിന്നാ വാങ്ങുന്നതെന്ന് ഇവിടെ മൊത്തം. അതെ, അതുപോലെ തന്നെ എന്തോ ആപ്പിളിൽ നമ്മുടെ ഇത് കൊണ്ടുപോയാൽ വർക്ക് ചെയ്യില്ല. നാട്ടിൽ വർക്ക് ചെയ്യില്ല. പറ്റും. ഓക്കെ, എന്തായി തലയൊക്കെ വേനിക്കുന്നോ? ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ വരെ കണ്ട ഭയങ്കര കളർഫുൾ ആയിട്ട് ഈ ഒരു ഏരിയയിൽ ഇലക്ട്രോണിക് തീം പിടിച്ചാ വെച്ചിരിക്കുന്നത്. ഇവിടെ അതെ, ഞാൻ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ല, അതിന്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് കളർഫുൾ ബിൽഡിംഗ് കണ്ടു വന്ന് കയറിയതാണ്. അയ്യോ, എന്തൊക്കെ സാധനങ്ങൾ. നമ്മുടെ ഇലക്ട്രിക് പേസ്റ്റ് തൊട്ട്, അല്ല സോറി, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് തൊട്ട് റോബോട്ടിക് പട്ടികൾ, ഡ്രോൺസ്, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നിയോൺ ലൈറ്റിംഗ് സംഭവങ്ങളുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഇത് ഇലക്ട്രോണിക് ഡ്രംസ്. അയ്യോ, ഇത് പ്രിയ കണ്ട അപ്പ വാങ്ങിക്കൊണ്ട് പോകാൻ പറയും. റേറ്റ് കൂടുതല, 2000. നമ്മൾ നടന്നേ നമ്മൾ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ഗൈഡൻസ് ഇല്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഗൈഡ് ഏജന്റ് ആയിട്ട് വരിക. കാരണം ഗൂഗിളിലൊന്നും നമുക്ക് ഏത് മോഡൽ എന്താ കിട്ടുന്നതെന്നൊന്നുമില്ല. ഇങ്ങനെ നടന്ന് സമയം കളഞ്ഞ് തപ്പിപ്പിടിച്ച് ഇഷ്ടമുള്ളത് അപ്പം കണ്ട് വാങ്ങുക. പിന്നെ നമ്മൾ പോയി വരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന കട വീണ്ടും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ സംഭവം അന്തുവിനത് കാണിച്ചു കൊടുക്കട്ടെ. ഇതുണ്ടല്ലോ അന്തു,
ഇതെന്താണെന്നറിയോ? ടൂത്ത് ബ്രഷാ. പ്രസ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോം ആവും ടൂത്ത് ബ്രഷിലേക്ക്. കാണാൻ പറ്റില്ല. ഇന്ന് അടുക്കത്തെ ബട്ടറില്ലേ, അത് പ്രസ് ചെയ്യുമ്പോ തല മാറിയിട്ട് ഇത് മുകളിലേക്ക് വരും. കൊള്ളാല്ലേ? ഇത് കൊള്ളാല്ല. പക്ഷെ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ അല്ല കേട്ടാ. ശരിക്കും അത് ഭയങ്കര ജെറിന്റെ ഫേസ് കറക്റ്റ് ആയിട്ട് അറിയും. ഫാനാണ്, അതിൽ പ്രൊജക്ടർ വരും. അപ്പൊ കൊള്ളാം. മാരിയോ ഒക്കെ കണ്ട. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഫാൻ കറങ്ങുന്ന കാണില്ല കേട്ടാ. ഈ ഫോണിൽ കൂടെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങുവാണ്. എല്ലാവരും പർച്ചേസ് ചെയ്തു. ജെറിൻ അതും വാങ്ങി. ഞങ്ങൾ കുറെ സാധനങ്ങൾ വാങ്ങി. ബാക്കിയുള്ളൊക്കെ ബാഗിലുണ്ട്. ഞാൻ വേദന GP അത് കിട്ടി. എനിക്ക് വേണമെങ്കിൽ ഫുൾ ട്രിം ഞാൻ അപ്പൊ പിന്നെന്താ ഞങ്ങളെന്താ പിന്നെ എല്ലാവർക്കും കിട്ടുമല്ലോ. ഫാന് അതിൽ ഈ ജെറിന്റെ ഫേസ് ആയിരിക്കും വരുന്നത് കേട്ടാ. നീപ്പിയറിൽ ഇപ്പൊ ഒന്ന് പറയും ജെറിന്റെ മുഖം കാണുന്നതായിരിക്കും അതില്. ഞാൻ വേദുവിന് ഒരു സ്മാർട്ട് വാച്ച് കൊടുത്തട്ടാ. ഇനി അവനെ പ്ലേ ഏരിയ വിടുവാണെങ്കിലും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വിടുവാണെങ്കിൽ അവനെ വിളിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ നമ്പർ മാത്രമേ ഫീഡ് ഉള്ളൂ. വിളിക്കുകയും ചെയ്യാം, GPS ആയിട്ട് അവനെ ലൊക്കേറ്റും ചെയ്യാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയില്ല. പയ്യെ ഇറങ്ങാം. അതെ, അയ്യോ ഷൂസിന്റെ ഒക്കെ ആഡ്. ഇത് കൊള്ളാലോ. ജെറിൻ ചൈനയെ വന്ന് കംപ്ലീറ്റ് വെറൈറ്റി സാധനങ്ങളാണ്. ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞാണ്. ഈ അന്തുവാണ് ഓരോന്ന് വാങ്ങിച്ചിട്ട്. ഞാൻ ഓൾറെഡി 2-3 പവർ ബാങ്ക് വാങ്ങി. ഇത് 20,000 mAh വയർലെസ്. അതെ, ഇപ്പൊ അന്തു ഒരു പവർ ബാങ്ക് നാട്ടിയത് വാങ്ങിയുള്ളൂ. അതിന്റെ കരച്ചിൽ ഇവിടെ വരെ എത്തിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ വില കേട്ടപ്പോ. ബ്ലാക്ക് കൊള്ളാം, വൈറ്റ് കൊള്ളാം. എന്തെങ്കിലും ആവട്ടെ, ഒരു പേപ്പർ വെയിറ്റ് ആക്കി വെച്ചാൽ പോലും എന്തൊരു ലുക്കാ. 3 ചാർജറുണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള വേറെ ചാർജേഴ്സും ഉണ്ട് ഐഫോണിനൊക്കെ. നമ്മള് വയർ കൊണ്ട് നടക്കണ്ട. ബാണ്ടക്കെട്ടായിട്ടാണ് പോകുന്നത്. അതെ, നമ്മൾ ഇറങ്ങി പോവായിരുന്നില്ലേ? അന്തു വേറൊരു കട കണ്ടുപിടിച്ചു അങ്ങോട്ട് വരെ. എല്ലാ പൈസയും ജെറിന്റെ ഫുൾ പൈസ തീർന്നു കേട്ടാ. ഫുൾ. ഇനി ഭക്ഷണം വരെ നമ്മൾ വാങ്ങി കൊടുക്കണം. ബ്ലോക്ക് ആയിപ്പോയി. ഞാൻ ഇവർക്ക് മേടിച്ചോളാം. സത്യം. അത് പറഞ്ഞല്ല, പൈസ ഇങ്ങനെ പേ ചെയ്ത് ബാങ്ക് ബ്ലോക്ക് ആയി. അതാ. ഹലോ, ഉറങ്ങി 5 മണിയാകുമ്പോ എഴുന്നേറ്റ് ഇപ്പൊ ഇവിടെ ഇരിക്കുവാണ്. 3 o'clock എഴുന്നേറ്റ്. സുഖ ദിവസമായിരുന്നല്ലോ, ഒന്നും ചെയ്യാതെ. ഞങ്ങള് പക്ഷെ ഒരു പൊളി പൊളിച്ചു. ഒരു സംഭവം. ആദ്യമേ ഒരു കാര്യം, വാട്ട് ഈസ് യുവർ നെയിം എന്നോട് ചോദിക്കണേ. ഒരു മിനിറ്റ്. What is your name? आपका नाम क्या है? അതിലെ ഭാഷയുണ്ടോ? ഈ സംഭവം നെറ്റ് വേണ്ട, നമുക്ക് മലയാളത്തിൽ സംസാരിച്ച ചൈനീസിൽ ട്രാൻസ്ലേഷൻ കിട്ടും. നോക്കട്ടെ, ചൈനീസിലിട്. Where are you from? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഇംഗ്ലീഷ് മലയാളം ടീച്ചർ പറയുന്ന പോലെ ഉണ്ട്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ മലയാളത്തിൽ സംസാരിച്ച ചൈനീസിലേക്ക് കിട്ടും. മനസ്സിലായി. എനിക്ക് ചൈനീസിലേക്കുള്ള കാണിച്ചതാ. നിങ്ങളുടെ പേരെന്താണ്? മലയാളത്തിൽ കറക്റ്റ് നിങ്ങളുടെ പേര് എന്താണെന്ന് തന്നെ വന്നിരിക്കും. അതുവരെ ടൈപ്പ് ചെയ്തും വരും. അപ്പൊ നമ്മള് പറഞ്ഞ കറക്റ്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ. അത് ടൈപ്പ് ചെയ്തും വരും, നമ്മൾ കാണിക്കുകയും ചെയ്യാം. സംഭവം അല്ലേ? ഇത് ഫസ്റ്റ് ബൈ. ഇനി ഒരു കുഴപ്പമില്ല. നെറ്റും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, ഇതില് ഇനി നമുക്ക് അവര് ചൈനീസിൽ പറയുന്ന നമുക്ക് മലയാളത്തിൽ കേൾക്കണം. അതിന് ഒന്നും മാറ്റണ്ട. ഈ സൈഡ് പ്രസ് ചെയ്താൽ അവരുടെ ഭാഷയിലേക്ക് കിട്ടും, മലയാളത്തിലേക്ക് വരും. ഈ സൈഡ് പ്രസ് ചെയ്താൽ മലയാളത്തിൽ നിന്ന് ഇങ്ങോട്ടും പോകും. അപ്പൊ നമുക്ക് മാറ്റുമോ, സെറ്റിംഗ്സ് ഒന്നും തൊടണ്ട. ആയിരുന്നു. അതെ അതെ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചല്ലേ പാടുമായിരുന്നല്ലോ. ഇനി വേണം അങ്ങോട്ട് തിളങ്ങാൻ. പിന്നെ ഇല്ല, ഒരു തിളക്കമാണ്. അതെ, ഇനി കുറച്ച് കൂടുതൽ തിളങ്ങട്ടെ നമുക്ക്. LED മാസ്ക് ഇത് വാങ്ങാനാ മെയിൻലി ഞാൻ ചൈനയിലേക്ക് വരണം പറഞ്ഞ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് പോയതുകൊണ്ട്. ഇന്ന് ഞാനും കിടന്ന് ഉറങ്ങിയായിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ സമയത്ത് ഉറങ്ങാൻ. ചൈന വരെ വന്നിട്ട് അപ്പൊ ഇനി ഏതുമായിരിക്കും ഇത് വെച്ചോണ്ട് നടക്കുന്നത്. ഇനിയിപ്പോ പ്രിയന്റെ വീട്ടിലും മുഖം കാണില്ല. അതെ, ഫുൾ ടൈം ഞാൻ മാസ്കിലായിരിക്കും. ഇതെന്താന്നറിയോ, വേദുവിന് നമ്മളിത് വീട്ടില് സെറ്റ് ചെയ്യും. ഒരു സ്ക്രീനാണ്, ക്യാമറ
സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ നിന്ന് വേദുവിന് കോൾ ചെയ്യാം. കോൾ ചെയ്താൽ നമ്മുടെ ഫോണിൽ റിങ് ചെയ്യും, വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ വേദുവിനും പാർവതിക്കും ഫോണൊന്നും ആവശ്യമില്ല, ഹാളിൽ ഇത് വെച്ചാൽ മതി. അവർക്ക് എപ്പോൾ നമ്മൾ വിളിക്കണമെങ്കിലും ഇതിൽ കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ വേദുവിനെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ വേദുവിനെ നമ്മൾ വിളിക്കണമെങ്കിൽ അമ്മയുടെ അടുത്തോ പാർവതിയുടെ അടുത്തോ ആരുടെ അടുത്ത് പോയി പറയണ്ട, വന്ന് പ്രസ് ചെയ്താൽ നമുക്ക് അപ്പൊ കിട്ടും. അതിന് ഇത് അവൻ അനങ്ങിയാൽ പോലും ഇത് അവന്റെ പുറകെ നടക്കും, ട്രാക്ക് ചെയ്യും. റോബോട്ട് മാത്രമാണ്, പക്ഷെ ഫിക്സഡ് സ്റ്റാൻഡ് ആണ്. പക്ഷെ അവൻ അങ്ങോട്ട് അനങ്ങുമോ ഇങ്ങോട്ട് അനങ്ങുമോ ആണെങ്കിൽ അത് ട്രാക്ക് ചെയ്തോണ്ടിരിക്കും. നല്ല ക്ലിയർ, നമ്മുടെ വാട്സാപ്പ് വീഡിയോ കോളിന്റെ ക്ലാരിറ്റി ഉണ്ട്. നമ്പർ ഒന്നും വേണ്ട, വെറുതെ ഒരു ബസ്റ്റ് കോള് ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മളെ കോൾ ചെയ്യും, നമുക്ക് റിങ് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും കോൾ ചെയ്യാം. കുട്ടികൾക്കും ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവർക്കും വീഡിയോ കോൾ ചെയ്യാത്ത വയസ്സവർക്ക് വീഡിയോ കോൾ ചെയ്യാത്തവർക്കൊക്കെ നല്ല പയ്യല്ലേ, വൈഫൈ കണക്ട് ചെയ്താൽ മതി. സെയിം നമ്മൾ CCTV നോക്കില്ലേ, അതിന്റെ ഒരു വേറെ വേർഷൻ. നല്ല സൂപ്പർ ഡിഫറെന്റ് അല്ലേ? അറിയോ, ഇത് ഇലക്ട്രിക് അല്ല, ഇത് ബട്ടൺ പ്രസ് ചെയ്താൽ തല മാറി ട്രാൻസ്ഫോമർ പോലെ ബ്രഷ് വെളിയിലേക്ക് വരും. പല്ലേക്കുന്ന ബ്രഷ് അത് തുറന്നു വരും. അതാണ് ചൈന. വെറുതെ ബ്രഷ്, അതെ വെറുതെ ബ്രഷ് ചെയ്യണം എന്ന് പറയും, രണ്ടുതരം. എന്തൊക്കെയാണോ ചൈനയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞത് എല്ലാം കിട്ടിയിട്ടുണ്ട്. വേദുവിന്റെ GPS വാച്ച്, അവന് വീഡിയോ കോൾ ചെയ്യാം, അവൻ വീഡിയോ കോൾ വരെ ചെയ്യാം. പ്ലസ് GPS ട്രാക്ക്. അവർ കറക്റ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തു, ഏത് സ്പോട്ടിലാണ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ആപ്പിൾ മാപ്പിലും ഗൂഗിൾ മാപ്പിലും കൂടെ അവിടെ എത്തും. പിന്നെ അവന് പ്ലേ ഏരിയയിലൊക്കെ പോണെങ്കിൽ കൈവിട്ട് ഓടുന്നല്ല, ഇപ്പൊ പ്ലേ ഏരിയയിൽ അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കണമെങ്കിൽ നേരെ ഇതില് കോൾ ചെയ്യാം. അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിക്കും, അപ്പ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പക്ഷെ വേറെ ആരുടെ നമ്പർ നമ്മൾ കയറ്റരുത്, നമ്മുടെ 2-3 പേരുടെ നമ്പർ മാത്രം കയറ്റുക. അതൊക്കെ അവനാ, പിന്നെ അവൻ ഫോണിൽ നിന്ന് വാട്സാപ്പ് പറഞ്ഞ് വിളിക്കുന്നു, പിന്നെയാണ് അവൻ ഇത് വിളിക്കാൻ പാട്. ഇതൊന്നും അല്ലാതെ ലാസ്റ്റ് ആയിട്ട് ചുമ്മാ ലാസ്റ്റ് ഇറങ്ങിയപ്പോ ഐഫോണിന് ഒരു സ്പൈഡർമാന്റെ കവറും. ഇനിയിപ്പോ ഒന്നും ഇതുവരെ വേണമെന്ന് പറഞ്ഞ എല്ലാ സാധനവും ആയിട്ടല്ലേ പോകുന്നത്. ലോകത്ത് എവിടെ പോയാലും നടക്കില്ല, കാരണം ഈ റേറ്റില് എവിടെയും സാധനങ്ങൾ കിട്ടില്ല, ജപ്പാൻ ഉൾപ്പെടെ ഈ ക്വാളിറ്റിയില്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഭയങ്കര അടിപൊളി വ്ളോഗായിരുന്നു. ഇനി നമ്മൾ 20,000 കൊടുത്ത് എക്സ്ട്രാ ലഗേജ് വാങ്ങുക, അവിടെ കളയും. അതെ അതെ, അല്ലെങ്കിൽ ഒരു ബാക്ക് പാക്ക് ഇതുപോലെ വാങ്ങിയാൽ മതി. യു ക്യാൻ ക്യാരി, നോ യു ഡോണ്ട് ഹാവ് ബാക്ക് പാക്ക്. വാങ്ങണം. ഇതെല്ലാം ബാക്ക് പാക്കിൽ ഇടാം, ബാറ്ററി ആയതുകൊണ്ട് ഇടാൻ പറ്റും. അപ്പൊ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. നിങ്ങളുടെ ഇങ്ങനത്തെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളുടെ അഭിപ്രായം പറയാ. ജെറിനൊക്കെ ഇന്നും കാട്ടി പൊളിച്ചു, അന്തു പിന്നെയും വാങ്ങി കുറെ സാധനങ്ങള്. അപ്പൊ എന്തായാലും ഞങ്ങൾ പക്ഷെ ലേറ്റ് ആയി ഇവിടെ നിന്ന് പോയപ്പോ. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ, ഹാപ്പി. എന്താ അവിടെ ഫുൾ റോബോട്ട്സാ? ഇനിയിപ്പോ അടുത്ത തവണ വരുമ്പോ വാങ്ങാം. വെൽക്കം എന്ന് പറയാൻ. ഓക്കെ, ബൈ.